ഇന്ന് ക്വിറ്റ് ഇന്ത്യ ദിനം. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ അടിച്ചമർത്തലിൽ നിന്നും മോചനം നേടാൻ ഭാരത ജനതയ്ക്ക് ആത്മവിശ്വാസം പകർന്ന ധീരമായ സമരാഹ്വാനമായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ 83-ാം വാർഷിക ദിനമാണ് ഇന്ന്. 1857-ലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞാൽ ബ്രിട്ടനെതിരെ ഭാരതം നടത്തിയ അതിശക്തമായ ജനകീയ മുന്നേറ്റമായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം. മഹാത്മാഗാന്ധിയായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്. ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് അദ്ദേഹം ഭാരതാംബയുടെ മക്കളോട് ആഹ്വാനം ചെയ്തു. പാരതന്ത്രത്തെക്കാൾ നല്ലത് മരണം വരിക്കുന്നതാണ് നല്ലതെന്ന ചിന്തയിൽ നിന്നാണ് സ്വാതന്ത്ര്യം നേടി ആത്മാഭിമാനത്തോടെ ജീവിക്കുക എന്ന ഉറച്ച നിലപാടിലേക്ക് ഭാരതീയർ ഒന്നാകെ ഉയർത്തെഴുന്നേറ്റത്. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് 1942 ആഗസ്റ്റ് 8-ന് മഹാത്മാഗാന്ധി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബോംബെ സമ്മേളനത്തിൽ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം പാസാക്കി. അടുത്ത ദിവസം ഓഗസ്റ്റ് 9-ന് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിന് പിന്നിൽ അണിനിരക്കാൻ മഹാത്മാഗാന്ധി ഇന്ത്യക്കാരോട് ആഹ്വാനം ചെയ്തു. ഞാൻ നിങ്ങൾക്കൊരു മന്ത്രം തരാം, ഒരു കൊച്ചു മന്ത്രം. അത് നിങ്ങളുടെ ഹൃദയത്തിൽ പതിയണം, ആഴത്തിൽ പതിയണം. മന്ത്രം ഇതാണ്: പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രയാക്കും, അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിൽ മരിക്കും. സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ നിങ്ങൾ വിശ്രമിക്കുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുക. അതിനുവേണ്ടി ജീവൻ ത്യജിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുക. ജീവൻ നഷ്ടപ്പെടുത്തി നിങ്ങൾ ജീവൻ നേടും. എങ്ങനെയും ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചാലോ നിങ്ങൾക്കത് നഷ്ടപ്പെടുകയേ ഉള്ളൂ. 1942 ജൂലൈ 14-ന് കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചതിനു ശേഷം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി നടത്തിയ 2 മണിക്കൂർ നീണ്ട ഉജ്ജ്വലമായ പ്രസംഗത്തിലെ വാക്കുകളാണിത്. ഓഗസ്റ്റ് 9-ന് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യവുമായി സ്വാതന്ത്ര്യ സമര ഭടന്മാർ പ്രക്ഷോഭത്തിനിറങ്ങി. അന്ന് രാവിലെ തന്നെ ഗാന്ധിജിയും മറ്റ് പ്രധാന നേതാക്കളും അറസ്റ്റ് ചെയ്യപ്പെട്ടു. നേതാക്കളെ അറസ്റ്റ് ചെയ്താൽ പ്രക്ഷോഭം ഇല്ലാതാക്കാം എന്ന ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റി. ഗാന്ധിജിയെ മോചിപ്പിക്കുക എന്നൊരു പുതിയ മുദ്രാവാക്യം കൂടി ഉണ്ടാകാനേ ഇത് ഉപകരിച്ചുള്ളൂ. ആദ്യഘട്ടത്തിൽ അഹിംസാത്മകമായിരുന്നെങ്കിലും ബ്രിട്ടീഷ് സർക്കാർ മർദ്ദനമുറകൾ ആരംഭിച്ചതോടെ പ്രക്ഷോഭം ആക്രമണങ്ങളിലേക്ക് നീങ്ങി. വെടിവെപ്പും ലാത്തിച്ചാർജും കൂട്ടപ്പിഴ ചുമത്തലും സർവ്വസാധാരണമായി. ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു. മരിച്ചവരിൽ കുഞ്ഞുങ്ങളും സ്ത്രീകളും വരെ ഉണ്ടായിരുന്നു. ഇരട്ടിയിലധികം പേർക്ക് പരിക്കേറ്റു. 10,000-കണക്കിന് ആൾക്കാർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ബീഹാറും ഉത്തർപ്രദേശും മധ്യപ്രദേശും മഹാരാഷ്ട്രയുമടക്കമുള്ള വടക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം സമരം ശക്തമായപ്പോൾ ദക്ഷിണേന്ത്യയിലെ പല പ്രവിശ്യകളും സമരത്തോട് പുറംതിരിഞ്ഞു നിന്നു. കോൺഗ്രസ് ഹിന്ദു സ്വരാജ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് പ്രചരിപ്പിച്ച് മുസ്ലിം ലീഗും സോവിയറ്റ് നയങ്ങൾക്കനുസരിച്ച് നയം മാറിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ശക്തമായ ഇടങ്ങളിലൊന്നും ക്വിറ്റ് ഇന്ത്യ സമരം വേണ്ടത്ര ചലനമുണ്ടാക്കിയില്ല. പ്രത്യക്ഷത്തിൽ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചില്ലെങ്കിലും രാജ്യം വിട്ടുപോകാൻ സമയമായി എന്ന ചിന്ത ബ്രിട്ടൻ ഉണ്ടാക്കാൻ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് കഴിഞ്ഞു. അതുപോലെ ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധയാകർഷിക്കാനും കഴിഞ്ഞു. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ 83-ാം വാർഷിക ദിനത്തിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ വെടിഞ്ഞ സമരഭടന്മാരുടെ ഓർമ്മകൾക്ക് മുൻപിൽ ജനം ടിവിയുടെ ശതകോടി പ്രണാമം. ഇന്നലകൾ ഇന്ന് പവേർഡ് ബൈ ഹോട്ടൽ ചിത്ര, പ്യുവർ വെജിറ്റേറിയൻ, മാർത്താണ്ഡം, കന്യാകുമാരി, നാഗർകോവിൽ.